ലഹരി ഇടപാടിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി കൊച്ചി സിറ്റി പോലീസ്. സെപ്റ്റംബറിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 137 കേസുകൾ. ഒരു മാസത്തിനിടെ അറസ്റ്റിലായത് 153 പേർ. ഇക്കാലയളവിൽ പിടികൂടിയത് 52 കിലോ കഞ്ചാവും 90 ഗ്രാമോളം MDMAയും. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, കഴിഞ്ഞ ദിവസം ഗുണ്ടാത്തലവൻ ഓംപ്രകാശിനെ അടക്കം പിടികൂടിയിരുന്നു. ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ടാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്തത്. ഏതായാലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കൊച്ചി പോലീസ്. അതെ സിജു, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരമാണ് ഈ ഓംപ്രകാശിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയ സംഭവം. അതുൾപ്പെടെ കഴിഞ്ഞ ഒരു മാസം കൊച്ചി സിറ്റി പോലീസ് നടത്തിയ ലഹരി വേട്ടയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിറ്റി പോലീസ് അറിയിച്ച വിവരപ്രകാരം കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 153 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 137 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിലായി 153 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, പിടികൂടിയ ലഹരി പദാർത്ഥങ്ങളുടെ കണക്കും സിറ്റി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പ്രതികളിൽ ഏതാണ്ട് 52 കിലോഗ്രാം കഞ്ചാവ്, 83.89 ഗ്രാം MDMA, ഇതുകൂടാതെ കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, ഹാഷിഷ് ഓയിൽ അടക്കമുള്ള മാരക ലഹരി പദാർത്ഥങ്ങളടക്കം സിറ്റി പോലീസിന് നടത്തിയ പരിശോധനയുടെ ഭാഗമായി പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നടത്തിയ ശക്തമായ പരിശോധനയുടെ ഫലം കൂടിയാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണറായ പുട്ട വിമലാദിത്യ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. പിടികൂടിയ പ്രതികളുടെ സ്വത്തുവകകളും വാഹനങ്ങളും അടക്കം കണ്ടുകെട്ടാനും ഒപ്പം ഇവർക്കെതിരെ ശക്തമായ മറ്റു നിയമ നടപടികൾ അനുസരിച്ച് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നും സിറ്റി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇനിയും തുടരും എന്ന മുന്നറിയിപ്പ് കൂടി കൊച്ചി സിറ്റി പോലീസ് നൽകുന്നുണ്ട്. സിജു. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലഹരി ഇടപാടിനെതിരെ ശക്തമായ നടപടികളുമായി കൊച്ചി സിറ്റി പോലീസ് 153 പേരെ ഒരു മാസത്തിനിടെ അറസ്റ്റ് ചെയ്ത് 137 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു.